മതിയല്ലോ. ഞാൻ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ. ഇനിയിപ്പൊന്നുമില്ല സാർ, നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. മോശമാട്ടോ ശരിക്കും. നിങ്ങൾ എന്താ അച്ഛനാന്ന്. ഹലോ ഗായ്സ്. അപ്പൊ കൊറേ കാലം ഇങ്ങനെ എല്ലാരും ഫ്രെയിമിൽ കണ്ടിട്ട് അതെ, ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു ഫ്രെയിം കണ്ടിട്ട് കുറെ കാലായി. അപ്പൊ എന്താ വെച്ചാൽ ഒന്നുമില്ല, ദൈവം 3-4 മാസം കുറെ കാലം ഒന്നും പറയാനില്ല. അതിന്റെ ഇടയിൽ കൂടി കുറെ വീഡിയോയിലൊക്കെ വന്നിട്ടില്ലേ, ഇവളിങ്ങനെ നിന്ന് പറയലില്ല എന്നാലും കേട്ടോ. അപ്പൊ ഇന്നെന്താ സിദ്ധു? എച്ചിന്റെ പിറന്നാളാണ്. അപ്പൊ ദേവുവിന്റെ ജന്മദിനമാണെന്ന്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ആഘോഷം പറയണ്ട. 19 വയസ്സ് കണ്ടാ പറയില്ല. അപ്പൊ അതിന്റെ കേക്ക് കട്ടിങ് കാര്യം പിന്നെ അനിയന്മാര് കുറച്ച് എന്തെല്ലോ ഗിഫ്റ്റ് എല്ലാം കാര്യമൊക്കെ വാങ്ങിക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തോളം സമയമില്ല, ഞാൻ നാളെ തിരിച്ചു പോകും. അതെ, നാളെ തിരിച്ചു പോകും. അന്ന് ഇപ്പൊ എന്താ റിപ്പബ്ലിക്കിന്റെ ലീവും കൂടി കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ബർത്ത്ഡേയായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റില്ല, കുറെ സാധനം വാങ്ങാനും കുറെ കാര്യങ്ങളെല്ലാം വേണ്ട. അപ്പൊ ഇന്നിപ്പോ നമ്മള് കേക്ക് അങ്ങ് മുറിക്കേ. ദൂരെയാകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ. എല്ലായിത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും കുഞ്ഞുവിന്റെ എന്നോട് കൊറേ ചോദിച്ചതാ, എന്റെ അടുത്ത് വരെ ചോദിച്ചതാ. സത്യം പറയണോ? എന്നോട് ചോദിച്ച കാര്യം പൊതിഞ്ഞുണ്ടോന്നാന്നോ? അല്ല, എന്നോട് ചോദിച്ചാ എന്റെ പറയാ. എന്താ മോളെ ചേച്ചി? എനിക്ക് തോന്നി അതാ ചോദിച്ചേന്ന് പറഞ്ഞാലോ എനിക്ക് തോന്നി. ഞാൻ സംബന്ധിച്ച് എനിക്ക് ഓന് ഏകദേശം ഒരേ അളവുണ്ട് ചേച്ചിക്ക്. എന്നാ ഞാൻ ഓന്റെ ഇട്ടാ പോക്ക് എല്ലാടെയും. ഞാൻ പക്ഷെ വരുമ്പോ വാങ്ങുമെന്ന് വിചാരിച്ച സാധനമാണ്. ബ്ലാക്ക് ചെയ്യുന്ന വിചാരിച്ചിട്ടാ ബ്ലാക്ക് എടുത്തേ. കുഞ്ഞു ക്യാമ്പിന് പോകുക കേട്ടോ. പറഞ്ഞില്ല കുഞ്ഞു ക്യാമ്പിന് പോകുന്ന കുഞ്ഞു ക്യാമ്പിന് പോകുക. പക്ഷെ ആദ്യത്തെ ക്യാമ്പ് അന്നേരം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല അല്ലേ. കാത്തേക്കുന്നുണ്ട് ഇവിടെ. ഓ, അതുണ്ടാക്കിയതാ. ആരാണ് അവരുണ്ടാക്കിയത്? അത് ഹാപ്പി ബർത്ത്ഡേ ദേവു വെച്ചി. ഉള്ള മുട്ടായിയാ. കിൻഡർ ജോയ് ഉണ്ട്, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, 5 സ്റ്റാർ, സ്നിക്കേഴ്സ്. പിന്നെ അതിന്റെ നമ്മൾ ന്യൂ ഗിഫ്റ്റ് ആക്കി. മറ്റേ പെണ്ണിന് നോക്കുന്ന 2 പേർ പെണ്ണ് വെച്ച് ലവ് ഇട്ടോ. അതാ സിദ്ധുന്റെ ബർത്ത്ഡേ അല്ലേ അല്ലേന്ന്. ഇനിയിപ്പൊന്നുമില്ല സാർ, നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. മോശമാട്ടോ ശരിക്കും. നിങ്ങൾ എന്താ അച്ഛനാന്ന്. ഏറ്റവും നല്ല ഇനിയിപ്പോ ഗിഫ്റ്റ് വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും കൊടുക്കാണ്ടിരിക്കൂല എന്നാണ് എന്റെ ഒരു ബലമായ സംശയം. ഞാൻ ഇതുവരെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തിക്കില്ല. അപ്പൊ ഞാൻ ആഡ് ചെയ്യും. അന്നേരം ഇപ്പൊ വന്നിട്ട് എടുക്കാനായി നിന്റെ ഒരു നിങ്ങളൊന്നും എന്തേലും ചെയ്യും. എന്തേലും കൊടുത്ത് സമോശല്ലേ ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് കൊടുക്കും. ദേവു നല്ല കളിക്കുന്ന സാധനം കാണായിരിക്കോ. എന്നെ കണ്ടാലും എന്റെ ഒരു പ്രായം വെച്ചിട്ടു ഞെക്കുന്ന കളിക്കുന്ന സാധനം. അതെ, അവള് ചെറിയ മോളല്ലേ അല്ലേ. അവളെ സ്വഭാവ ചെറിയ മോള്. ഞാൻ അറിയില്ല, തീരെ അറിയില്ല. ഡ്രസ് എടുക്കാനേക്കുന്നു. ഡ്രസ് ഇല്ല, അത് സത്യ. ഡ്രസ് എടുത്തില്ലേ ഇപ്രാവശ്യം. കാരണം ഓള് വരട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ സാ. ഓ, അയ്യോ ഫോണോ? ഈ പ്രതീക്ഷിക്ക ഇല്ല, ഞാൻ പ്രതീക്ഷിക്കില്ല ഫോണ്. അയ്യോ, ഫോൺ എടുത്തിനോ? ആരും പ്രതീക്ഷിക്കില്ല. സിദ്ധുവും പ്രതീക്ഷിക്കില്ല, കുഞ്ഞുവും പ്രതീക്ഷിക്കില്ല. പക്ഷെ കുഞ്ഞുവിന് ചെറുതായിട്ട് അറിയാം. അയ്യോ, ഫോൺ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ എന്റെ ഫോണ് കുറച്ച് പഴയതായിരുന്നു. അന്നേരം ഞാൻ
വിചാരിച്ചില്ല ഫോൺ എടുക്കും പ്രാവശ്യം ഒന്ന്. ഇത് മറ്റേ ലൈറ്റ് തന്നപ്പോൾ അയ്യോ ഞാൻ ഫോൺ എടുക്കുന്നത് വിചാരിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ആദ്യമായിട്ട് ശരിക്കും ഫോണ് കൊടുത്ത് ഞാനായിരുന്നു അല്ലേ? ഐഫോൺ ഐഫോൺ അത് ഞാൻ യൂസ് ചെയ്ത് കുറെ കാലം യൂസ് ചെയ്തൊരു ഫോണായിരുന്നു. പിന്നെ അന്നേരം ഫോൺ മാറ്റുന്ന സമയത്ത് കൊടുത്തു. പിന്നെ ആ ഫോൺ ഇവിടെ കുറെ യൂസ് ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ അതിന്റെ അടുത്ത് വേറെ ഞങ്ങള് ഫോണ് അമ്മേന്റെ ഫോൺ കൊടുത്തു. അത് കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ പുതിയ ഫോൺ വാങ്ങിയിട്ടില്ലായിരുന്നു. എല്ലാം പിന്നെ വാങ്ങാന്ന് വിചാരിച്ച് ഇങ്ങനെ തൂങ്ങിപ്പോന്നുണ്ടായിരുന്നു എന്റെ ഡിസ്പ്ലേന്റെ മോളത്തെ സാധനം അല്ലേ, സ്ക്രീന്. എനിക്കിഷ്ടായി. വലിയ ഐഫോൺ വാങ്ങി തരണം ആഗ്രഹമുണ്ട്. അതിന് ഇനി ജോലി കിട്ടിയിട്ട് വാങ്ങിക്കല്ലേ കുഞ്ഞു? ഇല്ലെങ്കിൽ എനിക്ക് സിദ്ധു ജോലി കിട്ടിയിട്ട് വാങ്ങി തരൂ അല്ലേ? ഇനി വാങ്ങി കൊടുക്കൂലേ സിദ്ധു? സാംസങ് S23 അൾട്രാ വാങ്ങിക്കൊടുക്കുക. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെ കൊണ്ട് വാങ്ങി പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് സ്കൂളിൽ ക്യാമ്പ് നാളെ വരുള്ളൂ. നാളെ ഏച്ചി ഉച്ചയ്ക്ക് പോവും. പക്ഷെ ഓനെ ക്യാമ്പ് ഒഴിവാക്കി കൂടാ, കാരണം 7ാം ക്ലാസ്സിലെ ഓലെ വാർഷികത്തിന്റെ ഒക്കെ പരമായിട്ടുള്ളതാണ്, ക്ലാസ്സുകളുണ്ട്. അപ്പൊ നമ്മള് ഒരു ക്യാമ്പ് ആദ്യമായിട്ട് ഓരോ ക്യാമ്പ് വന്നിട്ട് നമ്മളത് ഒഴിവാക്കുക എന്ന് പറയുമ്പോ സങ്കടമുണ്ട് കേട്ടോ. അതാണ് എനിക്ക് പോണം. എനിക്ക് ഇവരെ പറഞ്ഞൊന്നുമില്ല കേട്ടോ, ശരിക്കും അങ്ങനെയല്ല. പക്ഷെ ഓന്റെ ബുദ്ധിയിൽ നമ്മളിങ്ങനെ ഒഴിവാക്കുന്നില്ല. ഓനുണ്ട്, അവര് ഇതുവരെ ക്യാമ്പ് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഇന്നലെ സിദ്ധു പോയിട്ട് ക്യാമ്പെല്ലാം പോയി വന്നല്ലോ, നേരവും പോയിട്ടെ. വൈകുന്നേരമാകുമോ നമ്മള് വരെ? ഉത്സവത്തിന് വരും എന്തായാലും. ഏതേ ഒരു ഡേ എന്തായിട്ടും അടുത്ത മാസം ലീവ് കിട്ടുകയെന്ന് ചേച്ചി വരും. മാസമല്ല, ശനി ഞായറുണ്ടാവും. ഇല്ലേ നമുക്ക് മംഗലാപുരത്തേക്ക് പോകടാ. വന്നിട്ട് ബൈ ടാറ്റ ബൈ. ബൈ. കുഞ്ഞും കൂടെ ക്യാമ്പിന് പോയതിന് ശേഷം പിന്നെ ദേവ് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലല്ലോ. ഞങ്ങൾ 5 ആളുള്ള സന്തോഷം എന്തായാലും ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പം കിട്ടൂലല്ലോ. അപ്പം ഞങ്ങൾ നേരെ വിട്ടത് കൊയിലാണ്ടിക്കാണേ. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്രാസ് കയറിയിട്ട് എന്താ പറയുക, ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ശരിക്കും ആ കേക്കെല്ലാം കഴിച്ചതിനെ കൊണ്ട് വിശക്കാത്തതിനെ കൊണ്ട് ഞാനൊരു ജ്യൂസും പറഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോയ പാട് ഇതാ ഇമ്മളെ അയിനും മോള് എൻ്റെ കൂടെ ചാടി പുറപ്പെട്ട് വരാൻ നിൽക്കുക കേട്ടോ. ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അയിനുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണേ. അയിനുവിനെയും കൂട്ടിയിട്ടിതാ ഞാളിതാ പോവുകയാണേ അല്ലേ അയിനു? ഇതാ സിദ്ധുവിടെ. അയിനോ എവിടെയാ പോന്നേ? വടകര. കൊറേ ദിവസമായിട്ടോ അങ്ങനെ പറയുന്നത്. ഒരു ദിവസം 2 ദിവസം മുന്നേ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ഏട്ടന്റെ. അന്ന് ഇവന്റെ കൂടെ വരും എന്നറിഞ്ഞതാ. അന്ന് ഞാനും സജീഷേറും മാത്രം ബൈക്കിന് പോയതായിരുന്നു. അന്നേരം കൊണ്ട് അവള് വന്നില്ല. പിന്നെ ഓക്ക് അങ്കനവാടി ഉണ്ട്, നാളെ ഇപ്പൊ അങ്കനവാടി ഉണ്ട്. നാളെ ഇപ്പൊ അങ്കനവാടിയിലെ ടീച്ചറോട് ഇപ്പൊ എന്താ പറയാന്നുള്ള ഒരു പിടുത്തമില്ല. പിന്നെ കൊയിലാണ്ടി ആയിട്ട് 12 വരിക കേട്ടോ. ഇതുവരെ കൊയിലാണ്ടിയുള്ള വീഡിയോ ഒന്നും കുറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ടേക്ക് എടുക്കല്ലേ കുഞ്ഞു? ഇല്ലേ സിദ്ധു? കുഞ്ഞുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞു ഇല്ലാത്ത ശരിക്കും അറിയാനുണ്ട്. അതാ
ദേവ് വെച്ച് ഇങ്ങനെ കുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഓനിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓളുമായിട്ട് എന്തല്ലോ വർത്താനം പറയും. അതുകൊണ്ട് ഇയാൾ അതിനുമ്മേനെങ്കിലും കൂട്ടില്ല. ദേവുവിന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പം ദേവുവിൻ്റെ സാധനം വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു സൈഡായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂടാടിയുള്ള എമ്മി പോയിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കുക കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മൾ അയിനു കാറി കിടന്നുറങ്ങി. ഇതാ അയിനു ഇതാ ഇവിടെ നിന്നുറങ്ങുകയാണ്. പിന്നെ അണത്തിയപ്പം പിന്നെ ആളങ്ങ് ഉഷാറായിട്ടോ. മുഖത്താ ഓർക്കക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ മൂപ്പര് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓക്കെ ആവുന്ന രീതിയിലുള്ള കുറച്ച് കോംബോ സെറ്റുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കിയത് ഫ്രൈഡ് ചിക്കനിൽ. അപ്പം എന്താ കുഞ്ഞില്ലാത്തത് നല്ല 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 മിസ്സിംഗ് ആണ്. കാരണം ഫ്രൈഡ് ചിക്കനൊക്കെ ഇഷ്ടമാണ് കേട്ടോന്. അപ്പോൾ ഏതായാലും ഏച്ചീൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനുള്ള സമയം കിട്ടിയല്ലോ. പിന്നെ മക്കളൊക്കെ വലുതാകുന്ന സമയത്ത് ഇങ്ങനെ തന്നെയല്ലേ, ഇവരൊക്കെ ഓരോരോ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയല്ലോ. അപ്പം ഞാനിപ്പോൾ സൈഷനോട് പറയാം, ഇനിയിപ്പം കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ സമയത്ത് ദേവുവിന് ഒരു പക്ഷേ ലീവ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പേര് പഠിക്കാത്തതിനെക്കൊണ്ടുള്ള അങ്ങനെ ഇതിൻ്റെ പേരെന്തായിരുന്നു എന്ന് വെച്ചാൽ ഡാൻസർ ആട്ടോ. ഞാൻ വലുതാകുമ്പോഴത്തേക്ക് പഠിക്കുന്നു. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. അങ്ങനെ അത്യാവശ്യം നമ്മളെ വയറ് നിറയാനുള്ള അത്ര തന്നെ ക്വാണ്ടിറ്റി എല്ലാത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഒന്ന് പ്രേമേച്ചീൻ്റെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ദേവ് വന്നിട്ട് ഒക്കൊന്ന് അവിടെ വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്കാണേ. അങ്ങനെ ഇതാ പ്രേമേച്ചീൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണേ. വണ്ടി ആടെ വെച്ചിട്ട് ഞങ്ങളിവിടെ നടന്ന് ഇവിടെ എത്തി. സിദ്ധു എന്നെ കണ്ടിട്ടാ പഠിക്കുന്നത്. പ്രേമേശി തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇവിടേക്ക് വരുന്ന കാര്യം. കാരണം ഇത്രയും ലേറ്റ് ആയല്ലോ, എനിക്ക് തോന്നുന്നു ഒരു 8 മണീൻ്റെ അടുത്തൊക്കെ ആയിന്ന്. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെയും കൂടി വന്നു കഴിഞ്ഞാൽ ഓളിനി അടുത്ത വരുത്താകുമ്പോഴത്തേക്കും കുറേ കഴിയുമല്ലോ. പറഞ്ഞുകൂടാ, ചിലപ്പോൾ ലീവ് കിട്ടിയാൽ പെട്ടെന്ന് വരികയും ചെയ്യും. എന്നാൽ ഇങ്ങനെയൊക്കെ വരാനാവുക എന്ന് വെച്ചാൽ ചില സമയത്ത് മാത്രം അങ്ങനെ പെട്ടെന്നൊക്കെ വരാനായുള്ളൂ. അങ്ങനെ പ്രേമേശിൻ്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ച് വന്നതാണ്. ഫുഡ് കഴിച്ച് വന്നതാന്ന് പറഞ്ഞാലും പിന്നെ ചായ കുടിക്കാതെ ഇവിടുന്ന് വിടുമല്ലോ കേട്ടോ. ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് മനോരേട്ടനും അമ്മിനും പ്രേമേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം കഥയും പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിച്ച്, ചായയും മിക്സ്ചറായിരുന്നു കേട്ടോ. പക്ഷേ മിക്സ്ചറൊന്നും കഴിക്കാൻ നിന്നില്ല, ചായയാണ് കാര്യമായിട്ട് കുടിച്ചത്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മൾ അതിനുമോള് പിന്നും അവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഓളെ എടുത്ത് പോകാൻ നോക്കും. സമയത്രയായി. അങ്ങനെ ദേവുവിൻ്റെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇതാ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരെയും ഒന്ന് പോയി കണ്ട് സന്തോഷമായിട്ടൊക്കെ. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഓള് പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.